നമസ്കാരം, ഞാൻ ചെമ്പരത്തി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാള മനോരമയിലെ 24 വർഷം നീണ്ടുനിന്ന മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചാണ് ഈ യൂട്യൂബ് ചാനലുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലി വിട്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുൻപായി ഞാൻ പതിവായി കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെമ്പരത്തിയോ, ഇതെന്താണ് ഇങ്ങനെയൊരു പേര്? ഇത് തന്നെയാണോ യഥാർത്ഥ പേര്? ചെമ്പരത്തിയാണോ ചെമ്മരത്തിയാണോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഞാൻ കേൾക്കാൻ ഒരു കാരണമുണ്ട്. ഫേസ്ബുക്കിലെ എൻ്റെ പേജിൻ്റെ പേരാണ് ചെമ്മരത്തി. ഞാനിപ്പോൾ ഏറെക്കുറെ അറിയപ്പെടുന്നതും ആ പേരിലാണ്. എൻ്റെ യഥാർത്ഥ പേര് രമ്യ ബിനോയ് എന്നാണ്. തെയ്യത്തിൽ നിന്ന് എൻ്റെ കൂടെ കൂടിയതാണ് ചെമ്മരത്തി എന്ന പേര്. കതിവനൂർ വീരൻ തെയ്യത്തിൻ്റെ ഭാര്യ. നിങ്ങളൊക്കെ കളിയാട്ട സിനിമ കണ്ടവരായിരിക്കുമല്ലോ. അതിൽ പാട്ട് ഓർമ്മയില്ലേ? കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോൽ അഴകോലും ചെമ്മരത്തി. അതേ ചെമ്മരത്തി തന്നെയാണിത്. കുറച്ച് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഫെമിനിസ്റ്റായ ഒരു ചെമ്മരത്തി. ഇപ്പോൾ 7-8 വർഷമായിട്ട് ഈ പേരും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും മറ്റൊരു പേര് എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജോലി ഉപേക്ഷിച്ചത് എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്തിനാണ് തികച്ചും പേഴ്സണലായ ഒരു കാര്യം ഇവിടെ വന്ന് പറയുന്നതെന്ന്. ഇതെൻ്റെ കഥയാണെങ്കിലും മറ്റു പലരുടെയും ജീവിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കഥ കൂടിയാണിത്. കുറച്ചു കാലം മുമ്പ് പത്രത്താളുകൾ നിറഞ്ഞു നിന്ന ഒരു പേര് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും. APB അനീഷ്യ. ഉന്നതമായൊരു ജോലിയിൽ ഇരുന്നിട്ട് കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നിട്ടും ജോലിയുടെ സമ്മർദ്ദങ്ങളെ, അവിടെ നിന്നുള്ള കുതികാൽ വെട്ടുകളെ താങ്ങാൻ കഴിയാതെ ജീവനൊടുക്കിയ ഒരു APB. ഈ അനീഷയെ പോലെ ജീവിതം അവസാനിപ്പിക്കാൻ ചിലപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം മോഹിച്ച് കിട്ടിയ ജോലിയാണ്. ഇത് വിട്ടുപോകാൻ വയ്യ. സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരുപാട് ഇനിയും മുന്നിലുണ്ട്. ഇറങ്ങി വന്നാൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമോ എന്ന ഭയവുമുണ്ട്. എന്നിട്ടും ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്. എൻ്റെ ഹോം ടൗണിൽ ലഭിച്ച 6 അക്ക ശമ്പളമുള്ള എൻ്റെ ഭർത്താവും അതേ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ്. 10 വർഷം കൂടി എനിക്ക് സർവീസ് ബാക്കിയുണ്ട്. അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഞാൻ ഇട്ടെറിഞ്ഞു പോന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ ജോലി ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ സ്ഥാപനത്തെയും എൻ്റെ മാനേജ്മെൻറ്റിനെയും എൻ്റെ സഹപ്രവർത്തകരെയും ഒക്കെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് പുലർച്ചെ 3 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ പോകേണ്ടി വരും. മിക്കവാറും ദിവസങ്ങളിൽ 12:30, 1 മണി വരെ. 50 വയസ്സിനോടടുത്ത ഈ കാലത്ത്, മെനോപോസിനോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് എത്രമാത്രം അപകടം പിടിച്ച ഒരു കാര്യമായിരിക്കും. എൻ്റെ ഫിസിഷ്യനും അത് തന്നെ പറഞ്ഞു. നിങ്ങൾ ഈ ജോലി തുടർന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ ബാക്കി കാണില്ല എന്ന്. പിന്നെ എനിക്കൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. എൻ്റെ ആനന്ദങ്ങളെ, എൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന എന്തായാലും അത് ഉപേക്ഷിക്കുക തന്നെ. കാരണം ഞാനൊരു ആനന്ദമാർഗിയാണ് എന്ന് കരുതി ഞാൻ ആ സ്ഥാപനത്തോട് പിണങ്ങിയോ എൻ്റെ മാനേജ്മെൻറ്റിനോട് വഴക്കിട്ടോ ഒന്നുമല്ല ഞാൻ ഇറങ്ങി പോന്നിരിക്കുന്നത്. അവരെന്നെ ഏറെ സ്നേഹത്തോടെയാണ് യാത്രയാക്കിയത്. എൻ്റെ സഹപ്രവർത്തകർ നല്ലൊരു പങ്ക്, 99% ഒരുപാട് നല്ല മനുഷ്യരാണ്. അവരും അതേ സ്നേഹത്തോടെ എന്നെ യാത്രയാക്കി ഇപ്പോഴും എന്നെ വിളിക്കുകയും എന്നെ വീട്ടിലേക്ക് തേടി വരികയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അങ്ങനെയല്ലാത്ത 1-2 മനുഷ്യരുമുണ്ട്. അവരാണ് എൻ്റെ ഈ ഇറങ്ങിപ്പോക്കിന് കാരണമായിരിക്കുന്നത്. പക്ഷെ അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഈ ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ ആനന്ദങ്ങളിലേക്കുള്ള ഒരു യാത്ര എന്ന മട്ടിലാണ്. അപ്പോൾ പിന്നെ അവിടെ എന്തിനാണ് ഈ നെഗറ്റിവിറ്റിയുടെ കാര്യം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് വിധിക്കോ കർമ്മയ്ക്കോ ഒക്കെ വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നിങ്ങളുടെ അറിവിലോ അല്ലെ നിങ്ങൾ തന്നെയോ ഈ ജോലിയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ മൂലം സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കഥ കേട്ടാൽ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ തോന്നിയാലോ, അല്ലെങ്കിൽ ധീരമായൊരു തീരുമാനം എടുക്കാൻ തോന്നിയാലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കഥയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് റിച്ചായൊരു വ്യക്തിയൊന്നുമല്ല. 2021 വരെ കാര്യമായ സമ്പാദ്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തിന്? പിതൃസ്വത്തായി കിട്ടിയ കുറച്ച് സ്വർണം പോലും എനിക്ക് സേവ് ചെയ്ത് വെക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഞാൻ
2021 നമ്മുടെ കോവിഡ് കാലത്താണ് തിരിച്ചറിയുന്നത് ഇങ്ങനെ പോയാൽ ഒടുക്കം എനിക്കൊന്നും ബാക്കിയുണ്ടാവില്ല, ഞാൻ സംപൂജിയായി തീരും എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ നിർദ്ദേശാനുസരണം, നിങ്ങൾ പലരും ഫോളോ ചെയ്യുന്നുണ്ടാവും ഷാരിഖ് ഷംസുദ്ദീൻ്റെ പേജ്, ആ പേജിലെത്തി. ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടുള്ള എനിക്ക് എല്ലാം ഒന്നും തലയിലേക്ക് കയറുമായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഒരു മാസത്തോളം കുത്തിയിരുന്ന് ആ ചാനലിൽ കുറേ വീഡിയോകളൊക്കെ കണ്ടു. എൻ്റെ ചില സഹപ്രവർത്തകർ എനിക്ക് വേണ്ട ഗൈഡൻസും തന്നു. അങ്ങനെ ചെറിയ തോതിൽ ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. മ്യൂച്വൽ ഫണ്ടും SIP ഒക്കെ ആയിട്ട് ചെറിയ സമ്പാദ്യങ്ങൾ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന IT എന്നൊക്കെ ജോലി വിട്ടിട്ട് കോടികളുടെ സമ്പാദ്യവുമായി പുറത്തേക്ക് വന്ന് എവിടെയെങ്കിലും പോയി ഓഫ് ദി ഗ്രിഡ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ദമ്പതികൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആ ഗണത്തിലൊന്നും പെടുന്ന ആളൊന്നുമല്ല. എനിക്ക് വേണ്ട അത്യാവശ്യ സമ്പാദ്യങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് സന്തോഷവതിയായിട്ടിരിക്കാൻ കഴിയും. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനൊരു സെമി മിനിമലിസത്തിൻ്റെ ആളാണ്. അതേക്കുറിച്ച് ഞാൻ തുടർന്നൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഷാരിഖ് ഷംസുദ്ദീനിൽ നിന്ന് ഞാനൊരു യാത്ര തുടങ്ങി. അതിന് കുറച്ച് കാലം മുമ്പ് ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊരു പുസ്തകം വായിച്ചിരുന്നു. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെ റിച്ച് ഡാഡിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണല്ലോ ഷെയറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കരുതി കയ്യിലുള്ള പണം എല്ലാം കൊണ്ട് ചെമ്മരത്തി പറഞ്ഞു എന്ന് പറഞ്ഞ് നിക്ഷേപിച്ച് സംപൂജ്യനായി തിരിച്ചു വരരുത്. അതിന് കൃത്യമായ ഗൈഡൻസോടെ കൃത്യമായ പഠനം നടത്തി വേണം നമ്മൾ നിക്ഷേപങ്ങൾ നടത്താൻ. അതും എല്ലാം കൊണ്ട് അതിലിട്ട്, എൻ്റെ അറിവിൽ തന്നെ ഒരാളുണ്ട്, ഇതേ കോവിഡ് കാലത്ത് തന്നെ അയൽവാസിയുടെ നിർദ്ദേശാനുസരണം, അതായത് ഇദ്ദേഹത്തിനൊന്നും ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല, അയൽവാസിക്ക് അത്ര കൂടി അറിയില്ല, ആരോ പറഞ്ഞ നിർദ്ദേശം വെച്ച് ഈ മനുഷ്യൻ സ്വന്തം വീട് പണയപ്പെടുത്തി വലിയൊരു തുക ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ പണം മുഴുവൻ തന്നെ നഷ്ടമാകുകയും ചെയ്തു. ഇപ്പോൾ വീട് പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് പഠിക്കാതെ ചെയ്യണമെന്ന് ആരെയും ഉപദേശിക്കില്ല. കുറച്ചും കൂടെ മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്, സുരക്ഷിതവുമാണ്. ആ വഴി തിരിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ഒരു മാർഗം മാത്രമാണ് പറഞ്ഞത്. കുറച്ച് സമ്പാദ്യങ്ങൾ തുടങ്ങി എന്നേ അർത്ഥമുള്ളൂ. ഇറങ്ങിപ്പോരുമ്പോൾ എന്തെങ്കിലും PF ഗ്രാറ്റുവിറ്റിയും കൂടാതെ എന്തെങ്കിലും കൂടെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരവസ്ഥ. ഇപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡിൽ നിന്നാണ് എൻ്റെ സാമ്പത്തിക ആസൂത്രണം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് തുടങ്ങിയ ആ യാത്ര ഒടുവിൽ എത്തി നിന്നത്, ഞാൻ ജോലി വിട്ടിറങ്ങുന്ന സമയത്ത് ഞാൻ വായിച്ചിരുന്ന പുസ്തകം 5 Types of Wealth എന്നതാണ്. അതായത് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വളർച്ചയും കൂടെ ആയിരുന്നു അത്. ആ സമയത്ത് എനിക്ക് പണം സമ്പാദിക്കേണ്ട അത്രമേൽ ആവശ്യമായിരുന്നുവെങ്കിൽ ഈ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അതിലും വലുതാണ് മറ്റു ചില കാര്യങ്ങൾ എന്ന് ബോധ്യമുണ്ട്. അതായത് 5 Types of Wealth പറയുന്ന ഏറ്റവും, അത് പണം നമുക്ക് വേണം. കാരണം ജീവിതത്തെ ഒരു യാത്രയായി കണ്ടാൽ വഴിച്ചെലവിന് നമുക്ക് പണം വേണം. പക്ഷെ അതുകൊണ്ട് പണം മാത്രമല്ല ജീവിതം, മറ്റു പലതും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ആനന്ദം, സക്സസ് എന്നത് മറ്റു ചിലതിനെ കൂടെ, മറ്റു ചില പാരാമീറ്റേഴ്സിനെ കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും അതെൻ്റെ ജീവിതം, നിങ്ങൾ പലരും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഞാനത് എൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുമൊക്കെ ഈ ചാനലിലൂടെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ പറയാം. ഒരു ഹ്യൂമൻ ലൈബ്രറി പോലെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, കണ്ട സിനിമകൾ, കേട്ട പാട്ടുകൾ, പിന്നെ ഒരുപാട് നല്ല മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ചും ഞാൻ പറയാം. പിന്നെ ഞാനൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്കിപ്പോൾ 48 വയസ്സാണ്. 42 വർഷം മുമ്പുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം. പുതിയ കുട്ടികൾക്കാണ് അത് തീരെ സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കുറേ മനുഷ്യരുടെ ഇടയിൽ എന്ന് കരുതി അതിൻ്റെ കുടുംബാംഗങ്ങളല്ല കേട്ടോ, അതും പറയട്ടെ. വളരെ സ്നേഹമുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് 6 മക്കളിലെ ഒരേ ഒരു കറുത്ത കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു പോയി. അതിൻ്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം ഞാൻ നേരിട്ടത് ഒരുതരം വേട്ട തന്നെയാണ്. ചെറിയൊരു കുട്ടിയാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർക്കണം. അതില്ലാതാക്കിയത് എൻ്റെ ആത്മവിശ്വാസമായിരുന്നു. നന്നായി പഠിക്കുന്ന, സ്കൂൾ ഫസ്റ്റായ, ജേർണലിസ്റ്റിൽ റാങ്ക് ഹോൾഡറായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്ന വഴി തന്നെ എനിക്ക് മനോരമയിൽ ജോലി കിട്ടി. എൻ്റെ സഹപാഠിയെ തന്നെ ഞാൻ വിവാഹവും ചെയ്തു. മറ്റാരുടെയും നോട്ടത്തിൽ സക്സസ്ഫുള്ളായൊരു ജീവിതം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഹീലാവാത്ത, കരയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. തീരെ ആത്മവിശ്വാസമില്ലാത്തൊരു കുട്ടി.
എനിക്ക് എത്ര വലിയ കാര്യം ചെയ്താലും ആരെങ്കിലും ഒരാൾ വന്ന് നന്നായി കേട്ടോ എന്ന് തോളത്ത് തട്ടിയാൽ മാത്രമേ എനിക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിയിരുന്നുള്ളൂ. അതായത് എനിക്ക് എന്ത് കാര്യത്തിനും വാലിഡേഷൻ വേണം. അടുത്ത വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഡിലേഡ് റെസ്പോൺസ് ആണ്. എനിക്ക് പ്രോപ്പറായി എന്നെ വന്നൊരാൾ അവഹേളിച്ചിട്ട് പോയാൽ പ്രോപ്പറായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുഖത്ത് നോക്കി 10 തെറി വിളിച്ചിട്ട് പോയാലും ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കും. കുറച്ച് നേരം കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുക, അയ്യോ ഇത് എന്നെയാണല്ലോ പറഞ്ഞത്, ഞാൻ തിരിച്ചെന്തെങ്കിലും പറയേണ്ടതല്ലായിരുന്നു എന്ന്. പിന്നീട് ഈ പറയാൻ പറ്റാതെ പോയ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടന്നൊരു വലിയ കലാപം തന്നെ നടത്തും. അങ്ങനെ ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങളിൽ ഞാൻ ഈ ട്രോമയുടെ ബാക്കി പത്രമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടു നടന്നു. ജീവിതം തന്നെ ഒരു ഘട്ടത്തിൽ എനിക്ക് നരകമായി. ആത്മഹത്യ ചെയ്താലൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരും ഇതൊന്നും ആ സമയത്തൊന്നും ഇത് ആരുടെങ്കിലും പറയാനോ ഇതാർക്കെങ്കിലും മനസ്സിലാകുമോ എന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ ചില പുസ്തകങ്ങൾ, അതേക്കുറിച്ച് ഞാൻ പറയാം. കറേജ് ടു ബി ഡിസ്ലൈറ്റ് ഇതൊക്കെ പോലെ ചില പുസ്തകങ്ങൾ ഞാൻ കണ്ടെടുത്ത് വായിച്ചു. അത് എനിക്ക് ഉത്തരം നൽകി. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്, ഞാൻ എന്നിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്, എന്നെ തന്നെയാണ് തിരുത്തേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാനൊരു യാത്ര തുടങ്ങി. ഏറെക്കുറെ ഞാനതിൽ വിജയിക്കുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് ഒരു പെർഫെക്റ്റായ വ്യക്തിത്വമോ ജീവിതമോ അങ്ങനൊന്നും അല്ല ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ ആനന്ദങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വാക്ക് തന്നെയാണ് ആനന്ദം. അപ്പോൾ ഒരു ആനന്ദം നിറഞ്ഞ ജീവിതം, അങ്ങനെ പറയുമ്പോൾ വലിയ കോസി ആയിട്ടുള്ള വലിയ മുതൽ മുടക്കുള്ള ജീവിതം എന്ന് കരുതുന്നവരുണ്ട്. ഒരിക്കലുമല്ല. ഞാൻ ഒരു സെമി മിനിമലിസ്റ്റിക് ലൈഫാണ് പിന്തുടരുന്നത്. എൻ്റെ വീട്ടുവളപ്പിൽ ഇത്തിരി എടുത്തുണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് ഞങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ വസ്ത്രങ്ങൾക്കൊന്നും വേണ്ടി ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങാറില്ല. ബ്രാൻഡഡ് സാധനങ്ങളെ വാങ്ങാറില്ല. എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റായിട്ടൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും സുഹൃത്തുക്കളും ഒക്കെ സമ്മാനിക്കാറുണ്ട്. കഴിവതും അതൊക്കെ വെച്ച് അല്ലെങ്കിൽ ഏറ്റവും വിലക്കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ കൺസ്യൂമറിസത്തിൽ ഒരുപാട് വിശ്വസിക്കാത്ത ഒരു ലൈഫാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി വിട്ടിറങ്ങി വരുമ്പോൾ വലിയ ആശങ്കകളില്ല. എനിക്ക് മുന്നോട്ട് പോകാനാവും എന്നെനിക്കറിയാം. കാരണം എൻ്റെ തീർച്ചയായിട്ടും എനിക്ക് സ്വപ്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഞാൻ ജേർണലിസവുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ ബി ആലോചിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് വേറെ സ്വപ്നങ്ങളുണ്ട്. ഒരു പ്രകൃതിയുമായിട്ടുള്ള ചേർന്നുള്ള ഒരു ജീവിതവും എഴുത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരുമെന്ന്. അതാണ് ഞാൻ തിരുത്തിയത്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയിൽ കൂടെ കൂടാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ ബന്ധങ്ങളിലോ കരിയറിലോ ഒക്കെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് വയ്യ, കരിയറൊക്കെ ഒരു നിലച്ചു പോയ കടികാരം പോലെ നമ്മളെ വേട്ടയാടുക അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് യാത്ര തുടരാം. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഒരേ വൈബിലെത്തും, ഒരേ വേവ് ലെങ്തിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് എൻ്റെ സമയം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് യാത്ര തുടരാമല്ലേ? നന്ദി.